ബോസിൽ കോമണർ മത്സരാർത്ഥിയായി എത്തി പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ താരമാണ് റസ്മി ഭായി. ഷോ തുടങ്ങിയ ആദ്യ ദിവസങ്ങളിൽ തന്നെ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ റസ്മിന് സാധിച്ചിരുന്നു. ഹൗസിലെ പ്രധാന വിഷയങ്ങളിലെല്ലാം ഇടപെട്ട് തനിക്ക് ശരിയല്ലെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉറക്കെ സംസാരിച്ച് റസ്മി പ്രേക്ഷകരുടെ കയ്യടി നേടി. ഷോയിൽ 73 ദിവസത്തോളം തുറന്നതിനു ശേഷമാണ് റസ്മിന്റെ പുറത്താകൽ. റസ്മിന് തിരിച്ചടിയായി വിലയിരുത്തപ്പെടുന്നത് റസ്മിന്റെ സൗഹൃദങ്ങളായിരുന്നു. എല്ലാവരുമായും അടുത്ത ബന്ധം സൂക്ഷിച്ച റസ്മിൻ സൗഹൃദങ്ങൾക്ക് വേണ്ടി ഗെയിം മറന്നുവെന്ന വിമർശനം കേട്ടിരുന്നു. ജാസ്മിനും ഗബ്രിയുമായിരുന്നു ഹൗസിലെ റസ്മിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ. ജാസ്മിൻ ഗബ്രി കോംബോയ്ക്ക് ഹൗസിനകത്തും പുറത്തുമുണ്ടായിരുന്ന പ്രീതിക്കുറവ് റസ്മിനെയും ബാധിച്ചിരുന്നു. ഇരുവർക്കുമിടയിലെ പ്രശ്നം പരിഹരിച്ച് ഇവർക്കൊപ്പം നിന്ന റസ്മിനെ പ്രേക്ഷകർക്കും താല്പര്യമില്ലാതായി. എന്തായാലും ഷോ കഴിഞ്ഞും ഇരുവരുമായി അടുത്ത ബന്ധമാണ് റസ്മിൻ കാത്തുസൂക്ഷിക്കുന്നത്. ബിഗ് ബോസിന് ശേഷം ജാസ്മിനൊപ്പം പല വേദികളിലും റസ്മിൻ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഫിനാലെ കഴിഞ്ഞതിനു ശേഷം ദിവസങ്ങളോളം താൻ ജാസ്മിന്റെ വീട്ടിലായിരുന്നുവെന്ന് റസ്മിൻ പറഞ്ഞിട്ടുണ്ട്. ഷോ കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ ഇരുവരും ഒരുമിച്ചുള്ള വീഡിയോകളും റസ്മിൻ പങ്കിട്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒന്നിച്ചുള്ള വീഡിയോകൾ ഇരുവരും പങ്കുവയ്ക്കാറില്ല. ഇതോടെ ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണു എന്ന അഭ്യൂഹം ഉയർന്നിരുന്നു. ഇപ്പോഴത്തെ ഇതിന് മറുപടി നൽകുകയാണ് റസ്മിൻ. ബിഗ് ബോസിന് ശേഷം ആരുമായും ദേഷ്യമില്ലെന്ന് തങ്ങളെല്ലാവരും ഹൗസിനുള്ളിൽ ഗെയിം ഉപേക്ഷിച്ചാണ് പുറത്തേക്ക് വന്നതെന്ന് റസ്മിൻ പറയുന്നു. ജാസ്മിനൊപ്പം എന്തുകൊണ്ട് കാണുന്നില്ലെന്ന് റസ്മിൻ വ്യക്തമാക്കി. ബിഗ് ബോസ് കഴിഞ്ഞു, അത് മറ്റൊരു ലോകമാണ്. ഇതൊരു ഗെയിം റിയാലിറ്റി ഷോയാണ്. ഷോ കഴിഞ്ഞതോടെ ഞങ്ങളുടെ ഗെയിമും അവിടെ കഴിഞ്ഞു. പുറത്ത് എല്ലാവരും നല്ല സൗഹൃദത്തിലാണ് പോകുന്നത്. ജാസ്മിനായി ഗബ്രിയുമായുമല്ല നല്ല സൗഹൃദത്തിൽ തന്നെയാണ് പോകുന്നത്. ശ്രീതുവും അർജുനുമായിട്ടുള്ള ട്രിപ്പ് എല്ലാവരും കാത്തു നിൽക്കുകയാണ്. പക്ഷെ അവർ രണ്ടുപേരും നല്ല തിരക്കിലാണ്. ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം പല പരിപാടികളുമായി എല്ലാവരും മുന്നോട്ട് പോകുന്നു. ഞാനിപ്പോൾ ടീച്ചിങ് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. കരിയർ ഒന്ന് കെട്ടിപ്പടുക്കണമെന്നാണ് കരുതുന്നത്. PhDക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ PhDക്ക് പോകും. ജാസ്മിനുമായി അടുപ്പം കുറഞ്ഞോ എന്ന ചോദ്യത്തിന് ഞങ്ങൾ ഒരുമിച്ചുള്ള വീഡിയോകൾ പങ്കിടാത്തതിലാവണം അത്തരം ചർച്ചയെന്ന് റസ്മിൻ പറഞ്ഞു. ജാസ്മിൻ കൊച്ചിയിൽ എത്തും. അവൾക്കിനി കൊച്ചിയിൽ കുറച്ച് പരിപാടികളുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ്. അവൾക്ക് കൊച്ചിയിൽ മറ്റ് ബന്ധങ്ങളൊന്നുമില്ല. ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവൾ എൻ്റെ കൂടെ കാണും. 14 ജാസ്മിൻ്റെ ഫാൻസ് മീറ്റപ്പാണ്. അതിന് ഞങ്ങളെല്ലാവരും കൂടും. ഇനിയും മീറ്റപ്പുകൾ ഉണ്ടാവും. അത് സർപ്രൈസ് ആണ്. പല കാര്യങ്ങളും വരാനുണ്ട്, റസ്മി വ്യക്തമാക്കി.